അല്ലാഹുവേ, എങ്ങനെയായിരിക്കും നമ്മുടെ മരണം റബ്ബേ? അസ്രായിലിന്റെ തീയാളുന്ന കണ്ണുകൾ കൊണ്ട് ഭയന്ന് വിറച്ചുകൊണ്ട് കലിമ പറയാനാകാതെ ഈമാനില്ലാതെ റൂഹ് പിരിഞ്ഞു പോകുമോ എന്ന പേടിയുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ. അല്ലാ, നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല പറയുകയാണ്, ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ, കുറെ ആളുകൾ ദിക്ർ ചൊല്ലി കൂടെ നടന്നു പോകുമ്പോ, ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ആ മയ്യത്തിന് കൊണ്ടുപോകുന്ന രംഗം കണ്ടിട്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, അല്ലാ, ആ മയ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും പടച്ചോനെ? ആ മയ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലാ? ആ സമയത്ത് ഒരു അശരീരി മുഴങ്ങിക്കേട്ടു, മരണത്തിന് ശേഷം എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക ഇബ്രാഹിമേ. ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹുവിന് വലിയ പ്രയാസം തോന്നി. അടക്കിക്കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി. ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു മാത്രം പോകുന്നില്ല. ഖബറടക്കം കഴിഞ്ഞ് എല്ലാവരും അകന്നുപോയി. അങ്ങനെയാണ്, ആരും കൂടെ കിടക്കൂല, ആരും കൂടെ വരൂല. എത്ര പേരെ നമ്മൾ കൊണ്ടുവന്നടക്കി. എൻ്റെ മുസ്താഖ് അഹമ്മദിനെ ഞാനടക്കി. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാൻ്റെ ഖബറിൽ മണ്ണിട്ടു. പ്രിയപ്പെട്ട സഫീർ കാമന്നാന് ജീവന്റെ ജീവനായി കരളായി കൊണ്ട് നടന്ന പൊന്നാര ഉമ്മയുടെ മയ്യത്തിലേക്ക്, ആ ഖബറിലേക്ക് മണ്ണ് വാരിയിട്ടു. ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഉമ്മയോ വാപ്പയോ ഉസ്താദുമാരോ എന്തിനേറെ നമ്മുടെ പ്രിയപ്പെട്ട KP അബൂബക്കർ സറത്തിന്റെ ഖബറിലേക്ക് പോലും ഞങ്ങൾ മണ്ണ് വാരിയിട്ടില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? പിന്നെ അവിടെ നിൽക്കാൻ പറ്റുമോ? പിന്നെ അവിടെ കിടക്കാൻ പറ്റുമോ? ഖബറിന്റെ അകത്തേക്ക് ഇറങ്ങിക്കിടക്കാൻ പറ്റുമോ? ജീവന്റെ ജീവനാണെങ്കിലും എത്ര സ്നേഹം കൊടുത്താലും എത്ര ചങ്കാണെങ്കിലും അവിടെ ഇറക്കി വെച്ചിട്ട് മടങ്ങി വന്നേ മതിയാവുകയുള്ളൂ. ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു മടങ്ങി പോകുന്നില്ല. ആ ഖബറിന്റെ ചാരപ്പ് തന്നെ നിൽക്കുകയാണ്. ആ ഖബറിന്റെ ചാരപ്പ് തന്നെ നിൽക്കുകയാണ്. പാതിരാ സമയമായി. ഖബറിന്റെ ചെടികൾക്കിടയിൽ ചെറിയ ജീവജാലങ്ങളുടെ മൂളലുകൾ മാത്രം മുഴങ്ങുന്ന മൈലാദി ചെടികൾക്കിടയിൽ ഒരു പുതിയ ഖബറിന്റെ ചാരത്ത് ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോകാതെ ഈ ഖബറിന്റെ അവസ്ഥ എന്തെന്നറിയാതെ എങ്ങനെ പോകാൻ കഴിയും പടച്ചോനെ? ഖുർആനിന്റെ വശ്യസുന്ദരമായ വചനാമൃതങ്ങളെ ഖബറിന് കുളിരേക മഴത്തുള്ളി പോലെ ഇറക്കി വിട്ടുകൊണ്ട് അവിടെ ഇരിക്കുമ്പോ ഖബറിന്റെ അകപ്പിരുന്നൊരു പ്രകാശം വരികയാണ്. ഇന്ന് വരെ കാണാത്ത രൂപഭാവത്തിന്റെ സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. മന്നന്താ, നിങ്ങൾ ആരാ? അനഅമലുക സ്വാലിഹു, ഞാൻ ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന സ്വാലിഹായ മനുഷ്യനാണ്. ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന സ്വാലിഹായ അമലാണ്. ഈ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തു പോയ അമലാണ്. നിങ്ങൾ പൊയ്ക്കോ. ഈ മനുഷ്യന്റെ ഖബറിന്റെ അകത്ത് ഒരു പോറല് പോലും ഏൽക്കാതെ അവനെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. നിങ്ങൾ ആശങ്കപ്പെടണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഭീഷണിപ്പെടുത്തണ്ട, നിങ്ങൾ നൊമ്പരപ്പെടണ്ട. ഈ ഖബറിന്റെ ചാരപ്പിരുന്നുകൊണ്ട് മനസ്സ് മുറിഞ്ഞു പോകണ്ട. മടങ്ങിപ്പോക്കോ. ഈ ഖബറാളിക്ക് ഞാനുണ്ട് കൂട്ടിനെന്ന് പറഞ്ഞ് അയാൾ പാതിരാത്രി ഉറക്കപ്പെടുന്നത്, ഖുർആൻ ഓതിയത്, ദിക്ർ ചൊല്ലിയത്, പൊട്ടിക്കരഞ്ഞത്, സ്വതക്ക ചെയ്തത് എല്ലാം കൂട്ടിനുണ്ട്. താങ്കൾക്ക് പോകാം, ഈ മനുഷ്യന്റെ കൂടെ ഞാനുണ്ട്. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷമുണ്ടായ ഒരു നിമിഷമായിരുന്നു അത്. എനിക്ക് വലിയ ആനന്ദമുണ്ടായ നിമിഷമായിരുന്നു അത്. നമുക്കുണ്ടാവണം കൊണ്ടുപോകാൻ. ഓരോന്നോരോന്ന് മാറ്റി വെക്കണം. ഓരോന്നോരോന്ന്. ഖുർആൻ ഓതുക ഇതിൻ്റെ ഖബറിലേക്ക്. എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതുന്ന ഉമ്മമാർ പണ്ട് ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഉദാഹരണത്തിന് സ്ത്രീകളുടെ ഭാഗത്തേക്ക് ചോദിക്കാണ്, എത്ര പേരുണ്ട് സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും ഒന്ന് നോക്കട്ടെ, കൈ നോക്കട്ടെ. 1 2 3. മാഷാ അല്ലാഹ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇതൊരു ഗ്രാമപ്രദേശവും നമ്മുടെ നാടായതുകൊണ്ട് അങ്ങനെ ചോദിച്ചാണ്. സാധാരണ അങ്ങനെ സ്ത്രീകളോട് ചോദിക്കലില്ല. പക്ഷെ ഇവിടെ ഈ ഭാഗത്തുണ്ടെങ്കിൽ മോനെ പൊക്കി കണ്ട് നോക്കണ്ട. ഈ ഭാഗത്തുള്ളവർ അതിനു വേണ്ടി കൈ ഉയർത്തിയാൽ പിന്നെ കുറച്ച് മറ്റ് പ്രദേശത്തൊക്കെ അത് ഉണ്ടാവണം സഹോദരിമാരെ. നമ്മളെപ്പോഴും ഇങ്ങനെ മൊബൈൽ നോക്കി കേക്കുണ്ടാക്കി മോക്കുരു മാറാനുള്ള മരുന്നുണ്ടാക്കി ഭർത്താവിൻ്റെ വേറെ കുറച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന്. നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കണം. കുറേ കാലം കൊണ്ട് അതിലല്ലേ നമ്മൾ കിടക്കുന്നേ. ഇനി നമ്മൾ മറ്റുള്ളതിലേക്ക് ഇറങ്ങണം. ഇനി നമ്മൾ മറ്റുള്ളതിലേക്ക്, ആത്മീയതയിലേക്ക് ഇറങ്ങണം. എത്രയോ ഇഖ്ലാസുള്ള ക്ലാസ്സുകളുണ്ട്, ഖുർആൻ ക്ലാസ്സുകൾ, പഠനവേദികൾ. ഇപ്പം ഞാൻ സ്നേഹസാഗരത്തിൽ മയ്യത്ത് പരിപാലന ക്ലാസ് സംഘടിപ്പിച്ചു. അതൊരു ദിവസം രാത്രിയിൽ
ഒരു ഉമ്മ മരണപ്പെട്ടപ്പോൾ കുളിപ്പിക്കാൻ ആളുണ്ടായില്ല, ആരുമില്ലായിരുന്നു. എൻ്റെ വൈഫ് വീട്ടിലുണ്ടായില്ല, അവരൊക്കെ അവരുടെ നാട്ടിലായിരുന്നു. കുറേ കഷ്ടപ്പെട്ട് ഒടുവിൽ ഒരാളെ വണ്ടിയൊക്കെ വിട്ട് രാത്രി ഉറക്കത്തിൽ നിന്ന് ഉണർത്തി കൊണ്ടുവന്നപ്പോൾ സങ്കടം തോന്നി. നാട്ടിലവിടെ പരിസരത്തുള്ള മുഴുവൻ സഹോദരിമാർക്കും കത്ത് കൊടുത്തു. താല്പര്യമുള്ളവർ ഏത് രാത്രി വിളിച്ചാലും മയ്യത്ത് കുളിപ്പിക്കാൻ വരണം, അങ്ങനെ തയ്യാറുള്ളവർ 75ഓളം സഹോദരിമാർ എൻ്റെ നാട്ടിൽ തയ്യാറായി. ഉമ്മമാർ, പെങ്ങന്മാർ. വടക്ക് നിന്നൊരു ദീൻ പറയുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു, വടക്കം മലബാറിൽ നിന്ന്. ഈ നാട്ടിലുള്ളവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാൻ പറ്റില്ല നമ്മുടെ സഹോദരിമാർ. അത് നമ്മുടെ മറ്റേ സുവൈദ അല്ലേ ക്ലാസ് എടുത്തത്, അവളഞ്ചാറ് മയ്യത്ത് ഉണിപ്പിക്കും എന്ന് പറയാം. ഒന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ ഇത് മറ്റേ മുസ്ലിയാരെ ഭാര്യയല്ലേ, മുസ്ലിയാരും കുഴപ്പം തന്നെ, ഭാര്യയും കുഴപ്പം തന്നെ, ആരെ അംഗീകരിക്കില്ല. അതുകൊണ്ട് വടക്കുന്ന ഒരാളെ കൊണ്ടുവന്നു. ഇവിടെ മയ്യത്ത് ഒളിപ്പിക്കാറെന്നോട് ഇല്ലാത്തതുകൊണ്ടല്ല, വടക്കുന്ന് കൊണ്ടുവരുമ്പോൾ നല്ല സൂപ്പർ കൊച്ചായിരുന്നടിയോ, അല്ലോ എന്തൊരു ക്ലാസ്. അതാകുമ്പോൾ എവിടെ നിന്ന് വരണം എന്ന് പറയാൻ പറ്റില്ല, ആരെ മോളാണെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചിന്തിക്കൂല. എന്നാലാണ് എഫക്റ്റ് ആവുള്ളൂ. എല്ലാവരും കരഞ്ഞു. എങ്ങനെ നല്ലതുപോലെ മയ്യത്ത് കുളിപ്പിക്കണം എന്നതിനപ്പുറം എങ്ങനെ നല്ലൊരു മയ്യത്താകണം എന്നാണ് അവർ പഠിച്ചത്. അല്ലാഹു തആല അതിനൊക്കെ കൂലി തരട്ടെ. അതൊക്കെ ആഖിറത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നതാണ്. ഇനിയും ഒരുപാട് പദ്ധതികളുണ്ട്. 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ക്ലാസ്, പെൺകുട്ടികൾക്ക് ഒളിച്ചോട്ടം, ചാട്ടം, പ്രേമമൊക്കെ ആയിട്ട് നടക്കുന്ന ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഏത് കടുകട്ടി പ്രേമത്തിലുള്ള മോനാണെങ്കിലും മോളാണെങ്കിലും ആ ക്ലാസ് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒഴിവായിരിക്കും. ഇപ്പം തന്നെ അമ്മ മെസ്സേജ് അയക്കും, ഡേയ് ഉസ്താദ് പറഞ്ഞേട്ടാന്ന്, പോകല്ലേ ക്ലാസ്സിലൊന്നും പോകല്ലേ, അയാൾ പലതും പറയും കേട്ടാ, നമ്മൾ ചങ്കാണ് മാഷാ അല്ലാഹ്. നമ്മൾക്ക് ഇപ്പം തന്നെ മെസ്സേജ് അയക്കും, ഒരു പവനെങ്കിൽ ഒരു പവൻ, അതും മതി, ഇനി വന്നാൽ മതി, ബാക്കി നമ്മൾ സെറ്റാ ജീവിതം എന്ന് പറയും. എത്ര എണ്ണം റെയിൽവേ ട്രാക്കിൽ വീണാലും നമ്മൾ പഠിക്കൂല, എത്ര എണ്ണം ആത്മഹത്യ ചെയ്താലും നമ്മൾ പഠിക്കൂല. നമ്മുടെ സഹോദരിമാർക്ക് ഈ രക്തത്തിളപ്പിനെ നിയന്ത്രിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എത്രയോ ചതിക്കുഴികളിൽ വീണുപോയിട്ടുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് മരണത്തെ ഓർമ്മയില്ല, സ്വർഗത്തെ ചിന്തയില്ല, ഒന്നുമില്ല. അടിച്ചു പൊളിച്ച് ജീവിച്ചു എന്ന് പറയില്ല, അങ്ങനെ ജീവിച്ചത്. പക്ഷേ ഇസ്ലാമിന്റെ സൗന്ദര്യ തീരത്തിലേക്ക് കടന്നു വന്നപ്പോൾ മക്കത്തെ ജബലുകൾ കിടുകിടത്ത് ശക്തരാമുമാറിന്റെ വരവിനൊത്ത് അക്കൊത്ത മുഹമ്മദിൻ ശിരസെടുത്ത് ഇക്കയ്യിൽ കൊണ്ടുവരുമെന്നുറപ്പിച്ച് ഉടവാൾ ഊരിയെടുത്ത് ഉമറത കുതിര പുറത്ത് ഉശിരത കാണിച്ചിട്ട് ഉലകിന്റെ തീരീദീപം കെടുത്തുവാൻ വേണ്ടി